ഒളിമ്പ്യൻ പി.ആർ. ശ്രീജേഷിന് ആശംസകൾ അറിയിച്ച് ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള. ശ്രീജേഷ് അടക്കമുള്ള താരങ്ങളിലൂടെ ഹോക്കിയിൽ ഭാരതം വലിയ തിരിച്ചുവരവാണ് നടത്തിയതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. കിഴക്കമ്പലത്തെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ജനം ടിവിക്ക് വേണ്ടി RSS മുതിർന്ന പ്രചാരകൻ A. ജയകുമാർ ശ്രീജേഷിനെ അനുമോദിച്ചു. ഒളിമ്പിക്സ് ഹോക്കിയിലെ വെങ്കല നേട്ടം ആഹ്ലാദകരമായ നിമിഷമാണ്. ഭാരതത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചുവരവാണ് ഹോക്കിയിൽ ഉണ്ടായതെന്നും P.S. ശ്രീധരൻപിള്ള പറഞ്ഞു. സ്കൂളുകളിൽ പോയി പുതിയ തലമുറയെ വാർത്തെടുക്കാനാണ് ശ്രീജേഷിനോട് പ്രധാനമന്ത്രി പറഞ്ഞത്. പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ശ്രീജേഷിന് സാധിക്കട്ടെയെന്നും ഗോവ ഗവർണർ ആശംസിച്ചു. പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വലിയ പ്രതീക്ഷ ഇതിലാണ്, സ്കൂളുകളിലും മറ്റും പോകണം. ഞാനും ഇപ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെയുള്ള സ്വീകരണങ്ങളും നമ്മുടെ സാധാരണഗതി കേരളത്തിൽ നിന്ന് അതൊക്കെ ലഭിക്കും. പക്ഷെ അതോടൊപ്പം സ്കൂളുകളിൽ പുതിയ തലമുറയിലേക്ക് പോയിട്ട് ഹോക്കി നമ്മുടെ പ്രത്യാശ, ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും അതാണ്. അത് പുതിയ തലമുറയിലേക്ക് അവരെ വാർത്തെടുക്കാൻ അദ്ദേഹം പോകുന്നത് നന്നായിരിക്കും. അവിടെ കേരളത്തിൽ കഴിയുന്നത്ര സ്കൂളിലും യുവാക്കളും നമ്മുടെ വിദ്യാർത്ഥികളുമുള്ള മേഖലയിലേക്ക് പോകട്ടെ. സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖലയിൽ കേരളം മുന്നോട്ട് വരണമെന്നും P.S. ശ്രീധരൻപിള്ള വ്യക്തമാക്കി. ദേശീയ ജനവികാരത്തിനനുസരിച്ച് കേരളവും മാറണം. ഹോക്കിയിൽ കേരളം മുന്നോട്ട് വന്നിട്ടില്ല. കായിക മേഖലയിലെ വളർച്ചയ്ക്കായി വേണ്ടത്ര സംവിധാനങ്ങൾ കേരളത്തിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം കൂടുതൽ മുന്നിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ദേശീയ ജനവികാരത്തിനും പൊതു സ്വഭാവത്തിനും അനുസരിച്ച് നമ്മൾ മാറണം. അങ്ങനെ മാറേണ്ടി വരുമ്പോൾ ഇന്ത്യക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം, ഞാൻ അതുകൊണ്ടാണ് 1928 ചരിത്രം പറഞ്ഞത്. അന്ന് മുതൽ ഹോക്കി ആയിരുന്നു. പക്ഷെ ഹോക്കിയിൽ കേരളം വേണ്ടത്ര പോയിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇദ്ദേഹത്തിലൂടെ ഹോക്കി മേഖലയിൽ ശ്രദ്ധേയരാൻ മലയാളി സമൂഹത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ടത്രയുണ്ടോ? ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ? വ്യവസ്ഥാപിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അതുകൊണ്ട് അതിനുവേണ്ടി മുൻകൈ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഭാവി പരിപാടികളെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. തിരക്കിനിടയിലും തന്നെ കാണാൻ എത്തിയതിൽ സന്തോഷമുണ്ടെന്നും ഗോവ ഗവർണർ തന്നെയും കുടുംബത്തെയും ഗോവയിലേക്ക് ക്ഷണിച്ചതായും P.R. ശ്രീജേഷ് പറഞ്ഞു. അദ്ദേഹം വന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. വരിക, ഇത്രയും തിരക്കുള്ള സമയത്ത് ഇവിടെ വന്നു നേരിട്ട് കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ആദ്യം ചെയ്ത് ഫാമിലിനെ, അച്ഛനോട് സംസാരിക്കുന്നു, ഫാമിലിയോട് സംസാരിക്കുന്നു. പിന്നെ അദ്ദേഹം ഗോവയിലേക്ക് ക്ഷണിച്ചു, ഗസ്റ്റായിട്ട് വരാൻ പറഞ്ഞ് ക്ഷണിച്ചു. ഇതൊക്കെയാണ് വലിയ കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ എന്തൊക്കെ അക്കാഡമിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, ഇവിടെ എങ്ങനെയാണ് സാഹചര്യങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് സംസാരിച്ചു. അല്ലാതെ അദ്ദേഹം ഇവിടെ വന്നൊരിക്കലും വലിയൊരു ഓഫറും തരാനല്ല. അദ്ദേഹം എന്താ പറയുക, ആ ഒരു ജയിച്ചു വന്നതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതാണ്. അത് വളരെയധികം സന്തോഷം. ഒളിമ്പിക്സ് ജേതാവിനെ ജനം ടിവിയും അനുമോദിച്ചു. ജനം ടിവിക്ക് വേണ്ടി RSS മുതിർന്ന പ്രചാരകൻ A. ജയകുമാർ മൊമന്റോ കൈമാറി. ജനം, കൊച്ചി.